അതിരുകളില്ലാത്ത മനുഷ്യസ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉടമയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പ്രണാമം അർപ്പിച്ച് തലയോലപ്പറമ്പിൽ സർവ്വമത സമ്മേളനം നടത്തി. വടകര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 18ാമത് പ്രതിഷ്ഠാവാർഷികത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. SNDP യോഗം തലയോലപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റ് ED പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയത് ലോകമത പാർലമെന്റ് നടത്തുന്ന റോമിൽ വെച്ചായിരുന്നു. റോമിൽ വെച്ച് ഈ ലോകമത പാർലമെന്റ് സമ്മേളനം നടത്തിയപ്പോൾ അതിനെ ആശീർവദിച്ചതും ഇവിടുന്ന് പോയ സച്ചിദാനന്ദ സ്വാമി അടക്കമുള്ള സ്വാമിമാരെയും അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘത്തിൽപ്പെട്ട സ്വാമിമാരെയും ധർമ്മസംഘ പ്രവർത്തകരെയും ഒക്കെ അതിഥികളായി സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം മണിക്കൂറുകളോട് ചെലവഴിക്കുകയും അവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുകയും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ കൊടുക്കുകയും എല്ലാവർക്കും തന്റെ കയ്യൊപ്പ് ചേർത്ത് സമ്മാനങ്ങൾ കൊടുക്കുകയും ലോകമത സമ്മേളനത്തെ സാർവജനിക സമ്മേളനമാക്കി മാറ്റിക്കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന തരത്തിൽ ഈ സമ്മേളനത്തിന് ആവശ്യമായ പിന്തുണ കൊടുത്ത ഏറെ ആരാധ്യനായ ലോകാരാധ്യനായ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇഹലോകവാസം കർത്താവിന് നിദ്ര പ്രാപിച്ചിരിക്കുന്നു. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നമുക്ക് തന്ന സ്നേഹാദരങ്ങൾ ലോകമത സമ്മേളനം റോമിൽ വെച്ച് നടത്തുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ഏറെ ലോകാരാധ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ ഈ തലയോലപ്പറമ്പ് കേരള SNDP യൂണിയന് 30 ശാഖകൾ അടങ്ങുന്ന വടയാർ മുതൽ പാടൂർ പാടൂർ മുതൽ മുളന്തുരുത്തി വരെ കിടക്കുന്ന 30 ശാഖകൾ അടങ്ങുന്ന ഏതാണ്ട് 13,000 കുടുംബങ്ങൾ അടങ്ങുന്ന ഈ യൂണിറ്റ് സ്മാരക യൂണിയന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ആദ്യമായി ഈ അവസരം. ശാഖ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സന്തോഷ് മാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. വടകര യാക്കോബായ സുറിയാനിപ്പള്ളി കോൺഗ്രിഗേഷൻ പ്രസിഡന്റ് ടോം തോമസ്, വടകര മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൾ ഹക്കീം അൽഹാദി, വിവിധ സാമുദായിക സംഘടനാ നേതാക്കളായ N മധു, CN പ്രകാശൻ, SK ജയമ്മ, ശാഖാ പ്രസിഡന്റ് VB വേണപ്പൻ, സെക്രട്ടറി D സജീവ്, വൈസ് പ്രസിഡന്റ് MK അനിൽകുമാർ, അഡ്വക്കേറ്റ് KS ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിന്റെ അടുക്കളയ്ക്ക് സഹായം ചോദിച്ചു വന്ന ആൾക്ക് വേണ്ടി നീ ഇറങ്ങിപ്പോകലാണ്. അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് പോകലാണ്. പ്രിയം അവരൻ്റെ പ്രിയം അവരൻ്റെതാണ് എന്റെ പ്രിയം. സ്വകീയ പ്രിയം അവരൻ്റെ ആ പ്രിയത്തിന് വേണ്ടി എന്റെ പ്രിയം തൽക്കാലം മാറ്റിവെക്കും. അല്ലെങ്കിൽ എന്റെ പ്രിയം അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യുക. അങ്ങനെ ചെയ്ത് ആ ഒരു നയത്തോടെ പ്രവർത്തിച്ചാൽ നമ്മുടെ നാട്ടിൽ വലിയ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം നമുക്ക് നിലനിർത്താൻ കഴിയും. ഈ ഒരു വലിയ മഹത്തായ വചനം അവരിന് വേണ്ടി ധാരാളം പ്രയത്നിക്കണം. എവിടെയെല്ലാം നിങ്ങൾക്ക് അതിന് സൗകര്യമുണ്ടോ അതെല്ലാം ചെയ്യണം. ആ സൗഹാർദ്ദമാണ് നമ്മൾ ഇന്ന് ഇവിടെയും കാണുന്നത്. 2024 സർവമത സമ്മേളനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഈ വർഷം കഴിഞ്ഞ വർഷം 100ാം വാർഷികം ആഘോഷിച്ചത് റോമിലാണെന്നും പറഞ്ഞു. ഒട്ടേറെ ആളുകൾ അതിൽ പങ്കെടുത്തു. മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിച്ച അഭിമന്യനായ പാണക്കാട് സ്വാമിക്കൽ ശിഹാബ് തങ്ങൾ ഇന്നും അദ്ദേഹത്തിന് പോപ്പിന്റെ അനുസ്മരണത്തിൽ അദ്ദേഹം അത് ഇവർക്കുകയുണ്ടായി. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ശാഖയുടെയും പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം, പ്രസാദമൂട്ട്, ദീപാരാധന, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ, തിരുവാതിര എന്നിവ നടന്നു. ഭക്തജനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. Enlight ന്യൂസ്, വൈക്കം.